രാജ്യാന്തര നിലവാരത്തിൽ പുതുക്കി പണിതതായി GCDA അവകാശപ്പെട്ട സ്റ്റേഡിയം ഫെബ്രുവരിയിൽ കനത്ത മഴയിൽ ചോർന്നൊലിച്ചിരുന്നു. നവീകരണത്തിന്റെ പേരിൽ സ്റ്റേഡിയം വളപ്പിലെ മരങ്ങളും ധാരാളമായി മുറിച്ചുമാറ്റി. ജിജീഷ് കരുണാകരൻ വിശദാംശങ്ങൾ നൽകും. ജിജീഷ്, ഈ നെഹ്റു സ്റ്റേഡിയത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടന്നുവെന്ന കാര്യത്തിൽ സംശയമില്ല. മരങ്ങൾ മുറിച്ചതിൽ മാത്രമല്ല, ഒരു അർജന്റീന പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ടീമിന് കളിക്കാനെന്ന രീതിയിൽ നിർമ്മിച്ചുവെന്ന് ഇവർ പറയുന്ന സ്റ്റേഡിയം ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ചോർന്നൊലിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഏത് രീതിയിലുള്ള അന്വേഷണം വേണം എന്ന ആവശ്യമാണ് കായിക പ്രേമികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? ഗൗതം, കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മൾ ഈ ഒരു സ്റ്റേഡിയത്തിന്റെ നവീകരണം പൂർത്തിയായ ഘട്ടത്തിൽ തന്നെ ആ ക്രമക്കേടിന്റെ വ്യാപ്തി വ്യക്തമായതാണ്. കാരണം ഒരു ഷവർ പോലെ കുത്തിയൊലിച്ച് ഒഴുകുന്ന വെള്ളം മേൽക്കൂരയിൽ നിന്ന് ചാടുന്നു. കാരണം ഈ സ്പോൺസർ അടക്കം പറഞ്ഞത് നവീകരണ പ്രവർത്തനങ്ങൾ തങ്ങൾ എല്ലാ മാനദണ്ഡങ്ങളും, ഫിഫയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് പൂർത്തിയാക്കുന്നത് എന്നായിരുന്നു ആൻഡോ അഗസ്റ്റിൻ ആവർത്തിച്ചിരുന്നത്. അങ്ങനെ നിർമ്മാണങ്ങൾ പൂർത്തിയാകുന്നു. ഏതാണ്ട് പൂർത്തിയായ ഘട്ടത്തിൽ തന്നെയാണ് മേൽക്കുര ഈ വിധം ചോർന്നൊലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, മുഴുവൻ ജോലികളിലും തട്ടിപ്പ് തന്നെയായിരുന്നു ഈ സ്പോൺസർമാർ നടത്തിയിരുന്നത്. 70 കോടിയുടെ വലിയ ഒരു നവീകരണ പ്രവർത്തനങ്ങളാണ് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന കസേരകളിൽ, അവിടെ ഉണ്ടായിരുന്ന ഈ കാണികൾക്ക് ഇരിക്കാനുള്ള ചെയറുകളിൽ വീണ്ടും പെയിന്റ് അടിക്കുന്നു. ആ ചെയറുകളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. പലതും ഇളകി ഒടിഞ്ഞു മാറുന്ന സ്ഥിതിയിലായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് കൂടി വെൽഡ് ചെയ്തും ഒപ്പം തന്നെ പെയിന്റ് അടിച്ചും എല്ലാം തന്നെ പുറമോടി വർദ്ധിപ്പിച്ചു. അതേ സമയത്ത് മേൽക്കുരയുടെ നിർമ്മാണത്തിൽ അത്ര പോലും ശ്രദ്ധ കാണിച്ചില്ല എന്ന് മാത്രമല്ല, അത് പൂർണ്ണമായും തന്നെ ചോർന്നൊലിക്കുന്ന സ്ഥിതിയും വന്നു. അതുകൊണ്ട് തന്നെ വിജിലൻസ് പോലുള്ള അന്വേഷണ ഏജൻസികളുടെ സാധാരണ നിലയിൽ വിജിലൻസ് അന്വേഷണം വേണം. ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ ഒരു അന്വേഷണം കൂടി ഇക്കാര്യത്തിലെല്ലാം തന്നെ വേണമെന്ന ആവശ്യമാണ് കായിക പ്രേമികൾ ശക്തമായി ഉന്നയിക്കുന്നത്. എല്ലാ ഇടപാടുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് GCDAയും സ്പോൺസറും തമ്മിൽ നടന്നിട്ടുള്ള ഇടപാടുകൾ, ഒപ്പം തന്നെ GCDAയും സംസ്ഥാന സർക്കാരും തമ്മിൽ നടന്നിട്ടുള്ള ഇടപാടുകൾ, ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് മുൻ കായിക മന്ത്രി എന്തിനാണ് ഇതിൽ പ്രത്യേക താല്പര്യം കാണിച്ചത്, അതിലുണ്ടായിരുന്ന ദുരുദ്ദേശങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ, അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം വേണമെന്ന ഒരു ആവശ്യം ശക്തമാവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ കലൂർ സ്റ്റേഡിയത്തിൽ ഒരു ഭാഗത്ത് മരങ്ങൾ മുറിച്ചു മാറ്റി വലിയ നവീകരണത്തിന്റെ പേരിലായിരുന്നു ഇത്തരത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാക്കിയത്. പിന്നീട് വലിയ വൻമതിൽ സ്റ്റേഡിയത്തിന് ചുറ്റും സുരക്ഷയുടെ പേരിൽ ഉയർത്തി. എന്നാൽ അതേസമയം അവിടെയുള്ള കാണികളുടെ സുരക്ഷ ഇല്ലാതാക്കുന്നതാണ് അത് എന്ന വിമർശനം വലിയ തോതിൽ ഉയർന്നിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ മുഴുവൻ ആളുകളെയും അതിവേഗത്തിൽ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരികയാണെങ്കിൽ ഈ സ്റ്റേഡിയത്തിന് ചുറ്റും ഉയരുന്ന വൻമതിൽ അതിനൊരു തടസ്സമാകുമായിരുന്നു ആ രീതിയിൽ. എന്നാൽ പിന്നീട് അത് പാതി വഴിയിൽ നിർത്തി. മുഴുവൻ സ്ഥലത്തും ആ വൻമതിൽ നിർമ്മാണം പൂർത്തിയായില്ല. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ക്രമക്കേടുകൾ മാത്രമല്ല, ഇപ്പോഴും സ്റ്റേഡിയത്തിന്റെ പല ഭാഗങ്ങളും അടർന്നു വീഴുന്ന സ്ഥിതിയിലാണ്. അതൊന്നും തന്നെ വീണ്ടും കോൺക്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ അറ്റകുറ്റപ്പണികൾ നടത്താനോ ഒരു ഘട്ടത്തിലും GCDA ശ്രമിച്ചില്ല. പിന്നീട് ഈ ഒരു സ്പോൺസറെ ഏൽപ്പിച്ച ഘട്ടത്തിൽ സ്പോൺസറും അതിന് യാതൊരു താല്പര്യവും കാണിച്ചില്ല. അതായത് പുറമോടി വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ മത്സരം നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിന് അപ്പുറം ആ സ്റ്റേഡിയം നവീകരണത്തിൽ സ്പോൺസറായ ആൻഡോ അഗസ്റ്റിനോ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കോ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവിടെ വലിയ കോടികളുടെ ഇടപാടുകൾ നടത്തിയെന്ന് ആവർത്തിച്ച് വാർത്താ സമ്മേളനത്തിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കുമെല്ലാം മറുപടി പറഞ്ഞിരുന്ന ആൻഡോ അഗസ്റ്റിൻ വലിയ തുക മുടക്കി എന്ന് പറയുമ്പോൾ ചെറിയൊരു തുക മാത്രം മുടക്കിക്കൊണ്ട് തന്റെ ചില സാമ്പത്തിക നേട്ടങ്ങൾ നടത്തുകയായിരുന്നു. ഈ 126 കോടി കൈമാറി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിൽ എത്രമാത്രം സാമ്പത്തിക ഇടപാടുകൾ ആൻഡോ അഗസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, ആ പണം എങ്ങോട്ടേക്കാണ് പോയത് എന്നതെല്ലാം ഉള്ള ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോഴാണ് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ കൂടി ഉയർന്നു വരുന്നത്. ഗൗതം, ഓക്കെ ജിജീഷ്, എന്തായാലും ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി എന്നതിൻ്റെ പേരിലും വലിയ തട്ടിപ്പ് നടന്നു. അങ്ങനെ മികച്ച രീതിയിൽ ആ സ്റ്റേഡിയത്തെ പുനർനിർമ്മിക്കുവാനുള്ള ശ്രമങ്ങളാകട്ടെ ഉണ്ടായിട്ടില്ല. പരിസര പ്രദേശത്തുള്ള മരങ്ങൾ ധാരാളമായി വെട്ടിമാറ്റുകയും ചെയ്തു. അതും ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ നമുക്കറിയാം മുൻപ് മരമുറി കേസിൽ പ്രതിപട്ടികയിൽ നിൽക്കുന്നവർ തന്നെയാണ്. അവർ തന്നെ ഈ പ്രവൃത്തിക്ക് നേതൃത്വം നൽകിയെന്നതാണ് രസകരം. എന്തായാലും ഈ വിഷയത്തിലും സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുകയാണ്.